ഏറ്റവും ലീസ്റ്റ് ബഡ്ജറ്റിൽ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പവർ ചാർജിങ് യൂണിറ്റിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ പാലിയേക്കര ടൗണിനടുത്തുള്ള ആമ്പല്ലൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. ഗോ ഈസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതുപോലെ തന്നെ നെക്സോൺ EV Maxന്റെ ലോഞ്ചും ഉണ്ടായിരുന്നു, ഹൈസൺ മോട്ടോഴ്സിൻ്റെ. നമ്മൾ EV Maxന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ കൂടെ നമുക്കറിയാം EV വാഹനങ്ങൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഈ ഇലക്ട്രിക് യുഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏറ്റവും ഷോർട്ടായിട്ടുള്ളതെന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള അവൈലബിലിറ്റിയാണ്. അപ്പോൾ എന്നാൽ നമുക്ക് ഗോ ഈസി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ ആമ്പല്ലൂർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഗോ ഈസിയെ പറ്റി പറയുമ്പോഴത്തേക്കും 150ഓളം ചാർജിങ് സ്റ്റേഷൻസ് ആണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഉള്ളത്. അതും 120 എണ്ണം KSEBയുടെ അണ്ടറിലാണ്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ വെറും 13 രൂപ മാത്രമേ ഒരു യൂണിറ്റിന് ക്യാഷ് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഏകദേശം 13 + GSTയിലേക്ക് വരുമ്പോഴത്തേക്ക് 15 രൂപ പെർ യൂണിറ്റ്. ഏറ്റവും ലീസ്റ്റ് ബഡ്ജറ്റിൽ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പവർ ചാർജിങ് യൂണിറ്റിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഈ ഒരു ഗോ ഈസി സൂപ്പർ ഫാസ്റ്റ് ചാർജറിൻ്റെ മാനുഫാക്ചർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 20% to 80% വരെ ചാർജ് ആവാൻ വെറും 40 മിനിറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് 60 kW പവർ ഡെലിവറിയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്നത്. 2 ചാർജർ ഓപ്ഷൻ ഉണ്ട്. അറ്റ് എ ടൈം 2 വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമുണ്ട്. ഇപ്പം നമ്മോടൊപ്പം നമ്മുടെ ഗോ ഈസിയുടെ സെയിൽസ് ഹെഡ് ശ്രീകാന്ത് സാറുണ്ട്. ഹായ് സാർ. ഹായ്. എന്തായാലും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം 150ഓളം ചാർജിങ് യൂണിറ്റ്സുകൾ കേരളത്തിലെമ്പാടും വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം EV യൂസ് ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു 100 കിലോമീറ്റർ ഗ്യാപ്പിൽ EV സ്റ്റേഷൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റേഷനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് നമ്മുടെ മെഷീൻസ് എന്ന് പറയുന്നത് നമുക്ക് 7 kW മുതൽ 280 kW വരെ നമ്മുടെ കയ്യിലുണ്ട്. വിത്ത് ARI സർട്ടിഫൈഡ് ആണ്. നമ്മുടെ എല്ലാ മെഷീൻസും ARI എന്ന് പറയുന്ന സർട്ടിഫൈഡ് മെഷീൻസാണ്. മാത്രമല്ല നമ്മൾ പുതിയ R&D പ്രോസസ്സിലൂടെ 380 വരെയുള്ള ഒരേ സമയം 2 ബസ്സുകളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഹെവി സാധനം നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിലുണ്ട്. അഹമ്മദാബാദ് ആയിരുന്നു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് പൂനെയിൽ സ്റ്റാർട്ടിംഗ് ആണ്. ഓൾറെഡി അതിൻ്റെ മീറ്റിംഗ്സ് എല്ലാം ഓൾ ഇന്ത്യ ലെവലാണ് പ്ലാൻ അല്ലേ? ഓൾ ഇന്ത്യ ലെവലിലായിരുന്നു പ്ലാൻ. ഇപ്പോൾ ഓൾ ഏഷ്യ ലെവലിലാണ് പ്ലാൻ. ഓൾറെഡി നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് ആൻഡ് ദുബായ് ആൾസോ കമ്മിങ്. അങ്ങനെ ഒരു 4-5 രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്ഷനും അതേമാതിരി തന്നെ വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണുള്ളത്. ഇതിന്റെ പുറകില് ശരിക്കും ഒരു മലയാളിയുടെ കൈയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് 3 വ്യക്തികളാണ് ഇതിൻ്റെ ബാക്ക് എൻഡിൽ. ഒന്ന് PG രാംനാഥ് പറയുന്ന തൃശ്ശൂരുള്ള ആളാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് CEO. ആൻഡ് AP ജാഫർ എന്ന് പറയുന്നത് ചെയർമാൻ ആൻഡ് ഡയറക്ടർ. ആൻഡ് വൺ മോർ ഡയറക്ടർ നീനാരിസ് വിവത്ത് എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട്. അങ്ങനെ 3 ആളാണ് ഇതിൻ്റെ ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അവർ 3 ആളുടെ ഒരു ഡ്രീമുമാണ് ഈ പറയുന്ന ചാർജിങ് സ്റ്റേഷൻ. അല്ല, എൻ്റെ സംശയം ഇതിൽ ഇപ്പം എനിക്കറിയാൻ സാധിച്ചത് 13 രൂപയാണ് ഒരു യൂണിറ്റിന്റെ വില വരുന്നത്. നമുക്ക് അതായത് നമ്മൾ KSEBക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ആൻഡ് നമ്മൾ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ പ്രൈസ് 13 രൂപ + GST ആണ്. പക്ഷേ ഗോയിസിയുടെ പ്രൈവറ്റ് ആപ്പിൽ 12 രൂപ 71 പൈസ + GST ആണ്. അതായത് KSEBയെക്കാട്ടും ഒരു 10-30 പൈസ നമ്മൾ കുറവിലാണ്. കാരണം എല്ലാത്തിനും കറണ്ട് തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഏറ്റവും വലിയ കാര്യം ഒരു കോമൺ മാൻ യൂസ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ എപ്പോഴും എയിം എന്ന് പറയുന്നത്. അതെ, ആൾക്കാർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. പൈസ കുറവുള്ളതാണല്ലോ നമ്മൾ മലയാളികൾ. ആരെങ്കിലും 50 പൈസ കുറഞ്ഞാൽ അവിടെ പോകുന്നവരാണ്. പക്ഷേ എന്താ വെച്ചാൽ ഒരു കോമൺ മാൻ യൂസ് ചെയ്യാൻ പറ്റണം. എല്ലാവർക്കും വാഹനം മേടിക്കാൻ പറ്റണം. എല്ലാവർക്കും വാഹനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ ഏകദേശം അണ്ടർ പ്രോസസ് ഒരു 30 നമ്പേഴ്സ് ഓഫ് പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. KSEBയുടെ തന്നെ ഒരു അറൗണ്ട് 33 ആണ്. ഒരു 160 ഞങ്ങൾക്ക് അനൗൺസ്ഡ് ആയിട്ടുണ്ട്. ഒരു 33 പ്രൊജക്റ്റോളം നമ്മളിപ്പോൾ വരുന്നുണ്ട് ഓൺ പ്രോഗ്രസ്. അതുപോലെ സർ, ഈ ഒരു മെഷീൻ്റെ ഡ്യൂറബിലിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറേ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ എല്ലാ മെഷീനായിട്ട് പറയുന്നത് പല മെഷീനും പല കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മുടെ മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ 95 to 98% എഫിഷ്യൻസി ഉള്ള മെഷീനാണ്. അതായത് പവർ ലോസ് ആണ് ഇതിൻ്റെ. കറണ്ട് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു മാക്സിമം 4 to 5% മാത്രമാണ് എഫിഷ്യൻസിയിൽ ലോസ് വരുന്നുള്ളൂ. നോർമൽ ഉള്ളതിനെക്കാട്ടും കുറവാണ്. ഇതിൻ്റെ എഫിഷ്യൻസി കൂടുതലാണ്. പിന്നെ സൂപ്പർ ചാർജറാണ്. നമ്മൾ എല്ലാവരും ഫാസ്റ്റ് ചാർജർ പറയുമ്പോൾ നമ്മൾ സൂപ്പർ ചാർജർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി വന്ന് ചാർജ് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി എഫിഷ്യൻസിയാണ് മെഷീൻ. അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഇതാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട്
നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്ന വലിയ മെഷീൻ ഇതാണ്. ഇത് 60 കിലോവാട്ടിൻ്റെ ഡ്യുവൽ ഗൺ ഓപ്ഷനാണ്. ഇതിൻ്റെ ചെറിയ മെഷീൻ ഉണ്ട്, ഒരു 30 കിലോ വാട്ടിൻ്റെ മെഷീൻസ് ഉണ്ട്. 7 കിലോ വാട്ടും 22 കിലോ വാട്ട് AC മെഷീൻസ് ആണ്. DC നമ്മൾ 30 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു യൂണിറ്റും നമ്മുടെ ആപ്പും എല്ലാം ഒറ്റ ഒരു ടീമിൻ്റെ അണ്ടറിലാണ് അല്ലേ? ഇത് പ്രൊഡക്ഷൻ മുതൽ ഇത് നമ്മളിത് A to Z എന്നുള്ള ഓപ്ഷനാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മെഷീൻ മുതൽ ഇതിൻ്റെ എല്ലാ ഇതും നമ്മളാണ്. മെഷീൻ നമ്മുടെ മാനുഫാക്ചറിങ് ആണ്, ആപ്ലിക്കേഷൻ ഓൺ ആപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് 24x കോൾ സെൻ്റർ സർവീസ് ഫെസിലിറ്റി ഉണ്ട്. വിത്തിൻ അവേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ടെക്നിക്കൽ ടീമുണ്ട്. അങ്ങനെ എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൻ്റെ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ A to Z ഇതിൻ്റെ നിങ്ങളൊരു സ്ഥലം കാണിച്ച് എനിക്ക് അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ചാർജിങ് പോയിന്റ് ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് മുതൽ അത് നിങ്ങളിൽ ഏൽപ്പിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം സ്ഥലം വേണമെന്നുണ്ടോ? 2-3 ഓപ്ഷൻസ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ചാർജിങ് സ്റ്റേഷൻ വെക്കാവുന്ന ഒരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളും പല റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ പല മോൾസ്, അങ്ങനത്തെ പല സ്ഥലങ്ങളായിട്ട് നമ്മൾ കുറച്ച് ടൈപ്പ് ഉണ്ട്. അവരായിട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ എന്താണോ കോസ്റ്റ് വന്നിരിക്കുന്നത് ആ കോസ്റ്റ് അടച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മേടിക്കാം. ഓക്കെ, വെരി ഗുഡ്. ഇദ്ദേഹം ഇങ്ങനെ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പറയുമെങ്കിലും ഇപ്പോൾ ഈ ചാർജിങ് യൂണിറ്റ്സും അതുപോലെ തന്നെ ആപ്ലിക്കേഷനും നമ്മളിപ്പം നിലവിൽ കാണുന്നത് പലതും പല പല കമ്പനികൾസ് അസംബിൾ ചെയ്തിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് പെയർ ആകാതിരിക്കുക, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് ഈ ഒരു സൊല്യൂഷനോട് കൂടി അത് മാറുവാണ്. കാരണം ഒറ്റ ഒരു ടീം സപ്പോർട്ടോട് കൂടി നമുക്ക് ഏത് സമയത്തും 24x7. അതെ, നമ്മളിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗോയ്സി തന്നെ വരാൻ മുന്നേ നമ്മൾ ആദ്യം ചെയ്തത് ഒരു വണ്ടികൾ മേടിക്കുകയാണ്. നമ്മൾ ടാറ്റയിൽ നിന്നൊരു 4 വണ്ടിയോളം വാങ്ങിയിട്ടുണ്ട്, MGയുടെ ഒരു 3 വണ്ടിയോളം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വണ്ടി വാങ്ങി ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. ഏതൊക്കെ ആപ്ലിക്കേഷനിൽ ചാർജ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ്, എങ്ങനെയാണ് ഇത് ആൾക്കാർക്ക് ഈസിയാക്കുക, ഇതെല്ലാം പഠിച്ച് ഒരു 4 to 5 ഇയേഴ്സിൻ്റെ R&D ഉണ്ട് ഇതിൻ്റെ പിന്നിലും, മെഷീൻ്റെ പിന്നിലും, ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പിന്നിലും. നമ്മുടെ അത്രയും ടീം വർക്ക് ചെയ്തിട്ട് എങ്ങനെ ഞാൻ കുറച്ച് മുന്നേ വന്നിട്ട് കോമൺ മാൻ യൂസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ ബെൻസ് എല്ലാവർക്കും മേടിക്കാൻ പറ്റാൻ എന്തെങ്കിലും ഒരു ഫിനാൻസിൻ്റെ ഇതോ അല്ലെങ്കിൽ അവൈലബിലിറ്റി ചെറിയ ബെൻസുകൾ വന്നപ്പോൾ A ക്ലാസ് ഒക്കെ വന്നപ്പോഴാണ് എല്ലാവരും മേടിക്കലുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹത്തോട് ചെയ്താണ്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ടാറ്റയുടെ വാഹനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും ഇപ്പം MG പോലെയുള്ള ബ്രാൻഡുകളും കൊണ്ടുവരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട് ഒരുപാട് ബ്രാൻഡ്സുകൾ. നമുക്ക് അഫോർഡബിൾ റേറ്റിലേക്ക് കുറച്ചുകൂടെ കുറച്ചൊക്കെ കുറേ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇനിയിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു EV യുഗം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി, നമുക്ക് നമ്മുടെ എർത്തിൻ്റെ ഒരു സേഫ്റ്റി നമുക്ക് നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാവാൻ നോക്കണം. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് EV സ്റ്റേഷൻസിൻ്റെ ഒരു അവൈലബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ഇനിയിപ്പം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ യൂസ് കൂടെ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ആപ്ലിക്കേഷൻ തുറന്നു നമുക്ക് ആദ്യം ഇന്ത്യയാണ് കാണിക്കുക. ഇത്രയും ചാർജിങ് സ്റ്റേഷനുകൾ ഇന്ന് നമ്മൾ കേരളത്തിൽ ഓൾറെഡി വർക്ക് നടക്കുന്ന ചാർജിങ് സ്റ്റേഷൻസാണ്. ഇതിൽ യെല്ലോയിൽ ബ്ലൂ ആയിട്ട് കാണുന്നുണ്ട്, അതെല്ലാം അവൈലബിലിറ്റി ഉള്ള ഇപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജ് സ്റ്റേഷനുകളാണ്. നിൽക്കുന്ന ലൊക്കേഷൻ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിൽക്കുന്ന ലൊക്കേഷനിലുള്ള ചാർജ് സ്റ്റേഷനിലേക്ക് പോകും. ഇവിടെ അതിൻ്റെ ഓപ്ഷൻസ് കാണിക്കും. അവൈലബിൾ CCS 2 സ്ലോട്ടും ഫ്രീ ആണെന്ന് കാണിക്കും. അതിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതിൽ ഏതാണ് അവൈലബിലിറ്റി, ഏതാണ് അവൈലബിൾ അല്ലാത്ത, അതിൽ ചാർജിങ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ചാർജിങ് റിസർവ് ചെയ്യാം, നിങ്ങൾക്ക് എത്ര സമയം വേണമെന്നുള്ളത്. ഇങ്ങനെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് റിസർവ് ചെയ്യാം, നിങ്ങൾ ട്രാവൽ ചെയ്ത് വരുന്നവരാണ്. സ്റ്റേഷൻസിൻ്റെ ഇവിടെ എങ്ങനെ ഏറ്റവും നിങ്ങൾക്കൊരു 3 ലൈൻസ് കാണാം. ആ 3 ലൈൻസിൽ നമ്മൾ ഓൾറെഡി ലോഗ്ഡ് ആണ് നമ്മുടെ ID വെച്ചിട്ട്. ഇതിൽ നിങ്ങളുടെ മൈ അക്കൗണ്ട് ഉണ്ട്. മൈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്തിടാം. ടോപ്പപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ആഡ് മണി വരും. 500 rupees കൊടുക്കുക. പ്രൊസീഡ് ടു പേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ എല്ലാം അവൈലബിൾ ആണ്. ഗൂഗിൾ പേ, Paytm, എനി സോഴ്സ്, കാർഡ് വെച്ച് കാർഡ് ചെയ്യാം, നെറ്റ് ബാങ്കിങ്, എല്ലാ സോഴ്സസും ഉണ്ട്. എല്ലാ സോഴ്സസിലൂടെയും പേ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ വരെ ഉണ്ട്. നിങ്ങളുടെ ICICI ബാങ്കിനായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പേ ലേറ്റർ ആണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ വരെ ഇതിൽ അവൈലബിൾ ആണ്. എനിക്കിപ്പോൾ ഒരു 200 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ മതി. ഇതിൽ വാലറ്റിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗണ്ണുമായിട്ട് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ QR കോഡ്. നേരെ വരിക, നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ അവൈലബിളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് നേരെ നമ്മൾ സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ പ്രൊസീഡിലേക്ക് പോകും. പ്രൊസീഡിലേക്ക് പോയി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കണ്ടിന്യൂഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ സെലക്ട് ചെയ്യാം. ഞാൻ ചോദിച്ചു വെച്ചാൽ ചില നമ്മുടെ ചാർജ് സ്റ്റേഷൻസിൽ എക്സ്ട്രാ പൈസ പോകുന്നുണ്ട്. അതന്നെ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളിത് പ്രൊസീഡ് കൊടുത്താലും വണ്ടിയും
മെഷീനുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്ത് എത്രയാണോ ചാർജിങ്ങിന് എത്ര യൂണിറ്റ് ആണോ എടുത്തത് ആ യൂണിറ്റ് മാത്രമേ അതിനുള്ള പൈസ മാത്രമേ കട്ട് ഓഫ് ആവുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ പൈസ അധികം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ മേടിക്കുന്നില്ല. എത്രയാണോ യൂസ് ചെയ്ത് ആ യൂസേജിൻ്റെ പൈസ മാത്രം നിങ്ങളിൽ നിന്ന് കട്ട് ഓഫ് ആവുന്നതാണ്. അല്ലാതെ കൂടുതൽ പൈസ പറഞ്ഞ മാതിരി ഞാനും മാത്രത്തിലുള്ള ഒരു ആപ്പ് യൂസ് ചെയ്ത ആളാണ്. ആദ്യം തന്നെ ഒരു 600 രൂപ 700 എനിക്ക് അനുഭവം ഉണ്ട്. 600-700 രൂപ മേടിക്കലും പിന്നെ നമ്മൾ കട്ട് ഓഫ് ആയ റീഎംപ്ലേസ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. യൂസ് ചെയ്ത് എത്രയാണോ അത് മാത്രം നിങ്ങൾ ഇവിടെ അടച്ചാൽ മതി. അത് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ശരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഒരു സ്ഥിതി മനസ്സിലാക്കിയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നമ്മളൊരു 4-5 കൊല്ലത്തെ R&D ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷനുമായിട്ടും മെഷീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ നടന്നും അന്വേഷിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യം മുതലേ പറയുന്ന ഒരു വാചകമാണ് കോമൺ മാൻ. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗോ ഈസിയുടെ ഓവറോൾ ഐഡിയയും കാര്യങ്ങളും ഇപ്പം നമ്മുടെ സാർ ഷെയർ ചെയ്തു. ശരിക്കും സംഭവം ഒരു കിടലാണ്. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എല്ലായിടത്തും ആയി കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും വളരെ കോമൺ ആയിരിക്കും. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമ്മുടെ ഇന്ത്യ ഏഷ്യ മുഴുവൻ നമ്മുടെ ഗോ ഈസി വളരട്ടെ, പന്തലിക്കട്ടെ. താങ്ക് യു. പെട്രോളിന് ഡീസലിനൊക്കെ വില ഇങ്ങനെ കുതിച്ചു വരുന്നതുകൊണ്ട് നമ്മൾ പതുക്കെ ഇവിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.